പ്രിയപ്പെട്ടവരെ, ഒരു ഗോത്രത്തിൽ ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കാളക്കുട്ടിയെ തിരഞ്ഞെടുത്ത് നന്നായി അലങ്കരിച്ച് ഗോത്രത്തിലെ എല്ലാ വീടുകളിലൂടെയും ഗോത്രത്തലവനും കൂടെ രണ്ടുപേരും കൂടെ എല്ലാ വീടുകളും സന്ദർശിക്കുക പതിവായിരുന്നു എല്ലാ വർഷവും. അങ്ങനെ സന്ദർശിക്കുന്ന അവസരത്തിൽ ആ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല സ്വീകരണമാണ് ഈ കാളക്കുട്ടിക്ക് കൊടുത്തിരുന്നത്. അതിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു. അവസാനം ചില മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് പ്രാർത്ഥിക്കും ഈ ഗോത്രത്തലവൻ. ഒരു ഉരുളങ്കല്ല് ആ വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ട് പറയും, ഈ മാസം അവസാനം ഇന്ന മലയിൽ നിങ്ങൾ വരണം ഈ കല്ലുമായിട്ട് എന്ന് പറയുമായിരുന്നു. അങ്ങനെ എല്ലാ വീടുകളിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗോത്രത്തലവനും സംഘവും കയറിയിറങ്ങുമായിരുന്നു. അവസാനം ഒരു വലിയ മലയുടെ മുകളിൽ ഈ കാളക്കുട്ടിയും കൊണ്ട് ഈ ഗോത്രത്തലവനും സംഘവും എത്തും. ആ ഗോത്രത്തിലുള്ള എല്ലാവരും തടിച്ചുകൂടും. പിന്നീട് അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യണം, ദേവി ദേവന്മാർ പ്രസാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കല്ലുകൾ കയ്യിലെടുക്കണം. അതിലേക്ക് നിങ്ങളുടെ പാപങ്ങളും എല്ലാം നിങ്ങൾ അതിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അങ്ങനെ പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അവസാനം ഈ കല്ലെറിഞ്ഞ് ഈ കാളക്കുട്ടിയെ ഇവർ കൊല്ലണം. അതാണ് ഗോത്രത്തിൻ്റെ ആചാരം. സ്നേഹമുള്ളവരെ, കാലചക്രത്തിൻ്റെ അനന്തപ്രവാഹത്തിൽ ഇതൊക്കെ അങ്ങ് മാറി. പിന്നെ എന്നെയും നിങ്ങളെയുമൊക്കെ രക്ഷിക്കാനായിട്ട് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആഗതമാകുന്ന ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇനി ഹോസാന വിളികൾ തിരുവീതികളിൽ മുഴങ്ങിക്കേട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. പക്ഷേ ആ തിരുവീതികളിൽ മുഴങ്ങിക്കേട്ട വിളികളെല്ലാം ഏതാനും ദിവസങ്ങളിൽ തന്നെ അസ്തമിക്കുകയും അവനെ ക്രൂശിക്കുകയെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന ജനക്കൂട്ടം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് കൊടുക്കാം. ഹോസാന വിളികൾ ഉയരട്ടെ. കാരണം ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മെ ദൈവം രക്ഷിക്കേണ്ട മേഖലകൾ പലതാണ്. നമുക്കറിയാലോ, പശ്ചിമേഷ്യയിലെ സംഘർഷം, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ജീവിതങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കണമേ എന്നാണ്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആഗതമാകുന്ന ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.